നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി അവളുടെ കൂടെ അമ്പലത്തിൽ കൂടെ പോവാത്തതിന്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. നിന്നെ കൊണ്ടുപോയി അടുത്ത കുഴിയിൽ ചാടിക്കാനുള്ള പരിപാടിയാ. നീ സൂക്ഷിക്കണം മോളെ. സ്വന്തം ചേച്ചിയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അസൂയയുടെ മരോ അവള്. അവള് പറഞ്ഞതുപോലെ നിനക്കോ കുഞ്ഞിനോ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് നോക്കാൻ നമ്മള് നല്ലൊരു ജ്യോത്സ്യനെ വരുത്തുന്നുണ്ട്. ജ്യോതിഷഭൂഷണം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. അങ്ങനെ പറഞ്ഞാലേ എല്ലാം അച്ചട്ടാ. എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര ക്രിയകളും അദ്ദേഹം പറഞ്ഞു തരും. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. നിനക്ക് കഴിക്കാനുള്ള കുങ്കുമപ്പൂ ഞാൻ വാങ്ങിത്തരാം. ഇത് കുങ്കുമപ്പൂവാണോ അതോ ഗർഭം കലക്കാനുള്ള വല്ല മരുന്നുമാണോന്ന് ആർക്കറിയാം? ഒന്ന് നിക്കണം. എന്തുകൊണ്ടാണ് എന്റെ കൂടെ അമ്പലത്തിൽ വരാനായിട്ട് നന്ദു താല്പര്യം കാണിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാത്തിനും പിന്നിലെ നിങ്ങളുടെ ഇടപെടല, നിങ്ങളുടെ ദുഷിച്ച മനസ്സാ. ഈ ചിരി കറക്കും, എന്നേക്കുമായിട്ട് കറക്കും. അതിനി അധിക നാളില്ല. നിന്റെ തെറ്റിദ്ധാരണകൾക്കൊന്നും സമാധാനം പറയലല്ല എന്റെ ജോലി. എനിക്കതിനൊട്ട് താല്പര്യവും ഇല്ല. ഉരുണ്ട് കളിക്കണ്ട. എന്റെ അനിയത്തിയെ നിങ്ങൾ ഏതളവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നും എന്നിൽ നിന്ന് അകറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുക. ചെല്ല്. നിന്റെ അനിയത്തിയെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിപ്പിക്കുക. ഒരു സംശയവും വേണ്ട. എന്റെ അനിയത്തി എന്നെ വിശ്വസിക്കുന്ന ഒരു നാള് വരും. അവളെ സത്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. അന്ന് നിങ്ങളുടെ മുഖത്ത് അവളെ കാർത്തിച്ചു കൊടുക്കും. പേടിപ്പിക്കാതെ മോളെ. അങ്ങനെ ഒരു നാള് വരട്ടെ. അതിന് തന്നെയാ ഞാനും കാത്തിരിക്കുന്നേ. അന്ന് പക്ഷേ നീയൊക്കെ ഈ കുടുംബത്തിന്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ മാഞ്ഞു പോയിരിക്കും. ഇതും ഇതിന്റെ അപ്പുറവും പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇവിടെ ഓരോ ദിവസം മുന്നോട്ട് നീക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ പോലുള്ള ഫ്രോഡുകളുടെ കൂടെയാണല്ലോ എന്റെ സഹവാസം. ഒരമ്മയുടെ വയറ്റിൽ പിറന്നതാണെന്ന ചിന്ത പോലും നിന്റെ അനിയത്തിയുടെ മനസ്സിൽ ഇല്ലാതെ പോയി. അതെ, നിന്റെയും നിന്റെ വീട്ടുകാരുടെയും ഗുണം കൊണ്ട് തന്നെയാണ്. അതിന് എന്നെ കുറ്റം പറയണ്ട. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും പ്രവർത്തിച്ചാലും എനിക്ക് അവളെ അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. അത് ഞാൻ ചെയ്യാനും പോകുന്നില്ല. നിതീഷും നിങ്ങളും ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലമാണ് ഇപ്പൊ നന്ദുവിന്റെ ജീവിതത്തിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പരിഹാരം ഉണ്ടായേ പറ്റും. ഇല്ലെങ്കിലേ നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളുടെ ഫലം അവളെ കുഞ്ഞിനെ ബാധിക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴേ അങ്ങനെ സംഭവിക്കില്ല. നന്ദു വന്നില്ലെങ്കിൽ വേണ്ട, സാരമില്ല, ഞാൻ പോയി പ്രാർത്ഥിച്ചോളാം. അവൾക്കും കുഞ്ഞിനും വേണ്ടിയുള്ള വഴിപാടുകളെല്ലാം ഞാൻ നടത്തും. നിങ്ങളുടെ കുതന്ത്രങ്ങളൊന്നുമേ അവളുടെ കുഞ്ഞിന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.